നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തേർഡ് ചാപ്റ്റർ ആയ സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻടു സെൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി സെക്ഷൻ ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് നിങ്ങൾ ഈ പടം രണ്ടും ഒബ്സർവ് ചെയ്ത് നിങ്ങൾ ഈ രണ്ട് ഇമേജസ് ഒന്ന് ഒബ്സർവ് ചെയ്ത് ഈ രണ്ട് ഇമേജസിലും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്, കോമൺ ആയിട്ടൊരു കോമ്പണന്റ് ഉണ്ട്. എന്തായിരിക്കും? ബ്ലഡ് അല്ലെ? സോ ബ്ലഡ് ആണ് ഈ രണ്ട് ഇമേജസിലെയും ഉള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ കിച്ചണിലൊക്കെ പോവാന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തില് നമ്മൾ കിച്ചണിലൊക്കെ ചെല്ലുമ്പം ഇപ്പൊ അമ്മ എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മ നമ്മൾ പറയാ അമ്മ ഞാനും കറിക്ക് അരിയാൻ കൂടാന്ന് പറയും അല്ലെ? അപ്പൊ പക്ഷെ അമ്മ അത് സമ്മതിക്കുവോ? അമ്മ നമ്മുടെ കയ്യിൽ കത്തി തരുവോ? ഇല്ല അല്ലെ? കൈ മുറിയും എന്ന് പറയും. അതെന്തുകൊണ്ടാ അമ്മ കത്തി തരാത്തെ? കൈ മുറിയുമായിട്ട് നിങ്ങൾ കൊച്ചല്ലേ, അപ്പം അറിഞ്ഞാല് കൈ കൊള്ളും, കൈ മുറിയും, ബ്ലഡ് പോവും എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് അമ്മമാർ അങ്ങനെ നമ്മുടെ കയ്യിൽ കത്തി തരാറില്ല അല്ലെ? അപ്പോ ബ്ലഡ് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പം മുറിഞ്ഞ ഭാഗം ഉണ്ടെങ്കിൽ മുറിഞ്ഞ ഭാഗത്തു നിന്ന് ബ്ലഡ് പൊക്കോണ്ടിരിക്കും. അതേപോലെ നമ്മളിപ്പോ കളിക്കുവാന്ന് വിചാരിച്ചു, ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ നമ്മൾ സ്കേറ്റിംഗ് ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീഴുമ്പോ എവിടെയെങ്കിലും ഹേർട്ട് ആവും. അപ്പം അവിടെയൊക്കെ ബ്ലഡ് പോവും അല്ലെ? അപ്പൊ ഈ ബ്ലഡ് എന്ന് പറയുന്നത് അതിന്റെ ഫങ്ഷൻ, അതെന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ പ്ലാസ്മ, അതിനെക്കുറിച്ചുള്ള ബ്ലഡിലുള്ള ഒരു കോമ്പണന്റ് ആണ് പ്ലാസ്മ. പ്ലാസ്മയുടെ ഫങ്ഷൻ, പ്ലാസ്മ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഹൗ ഡു വി ഗെറ്റ് ന്യൂട്രിയൻസ് ഫ്രം? എവിടെ നിന്നാണ് നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നത്? എവിടെ നിന്നാണ് നമുക്ക് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നത്? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മളിപ്പോ ഒരു 2 നേരം ഭക്ഷണം കഴിച്ചില്ലെന്ന് വിചാരിച്ചു. ഇപ്പൊ ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമല്ലോ അല്ലെ? ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ മിസ്സായി, ഉച്ചയ്ക്കത്തെ ലഞ്ച് നിങ്ങൾക്ക് മിസ്സായി. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും അല്ലെ? അതെന്തുകൊണ്ടാ? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി അവിടെ ഉണ്ടായിട്ടില്ല അല്ലേ? അപ്പൊ നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അവിടെ കിട്ടിയിട്ടില്ല. അപ്പം ആ ഒരു കേസ് വെച്ച് നോക്കുമ്പോൾ വേർ ഡു വി ഗെറ്റ് ന്യൂട്രിയൻസ് ഫ്രം? ഇപ്പൊ ഒരു ആൻസർ കിട്ടിയില്ലേ? ഫുഡ്. ഓക്കെ, സോ വി ഗെറ്റ് ന്യൂട്രിയൻസ് ഫ്രം ദ ഫുഡ് വി ഈറ്റ്. പക്ഷെ ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസ് സിമ്പിൾ ആയിരിക്കോ ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കോ? ഫുഡിൽ നിന്ന് നമ്മൾ പാല് കുടിക്കും, ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയുള്ള വെജിറ്റബിൾസ് കഴിക്കും, പിന്നെ ചീസ് കഴിക്കും അല്ലെ? പിന്നെ എന്തൊക്കെയാ, മീറ്റ് കഴിക്കും, ഫിഷ് കഴിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് ഫുഡ് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ന്യൂട്രിയൻസ് സിമ്പിൾ ആയിരിക്കോ ഇത്തിരി കോംപ്ലക്സ് ആയിരിക്കോ? കോംപ്ലക്സ് ആയിരിക്കും അല്ലെ? ഇപ്പൊ പ്രോട്ടീൻസ് ഒക്കെയാണ് നമ്മൾ കഴിക്കുക. പ്രോട്ടീൻസ് നമുക്ക് കഴിക്കുന്ന ഫുഡിലൂടെ കിട്ടും, കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും, ദെൻ ലിപ്പിഡ്സ് കിട്ടും. ഈ 3 മെയിൻ ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള കോംപ്ലക്സ് ന്യൂട്രിയൻസ് ആയിരിക്കും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം ഈ പ്രോട്ടീൻസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് ഇതിനെയൊക്കെ നമ്മുടെ ബോഡിയിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം സിമ്പിൾ ഫോമിലോട്ടാക്കും അല്ലെ? പ്രോട്ടീൻസിന്റെ സിമ്പിൾ ഫോം എന്താണ്? അമിനോ ആസിഡ്. കാർബോഹൈഡ്രേറ്റിന്റെ സിമ്പിൾ ഫോം ഏതാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. ഓക്കെ, ഇനി ലിപ്പിഡ്സിന്റെ എന്താണ്? ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് സിംപ്ലർ ഫോംസ്. ഈ സിംപ്ലർ ഫോം ആക്കുന്നത് ആരാം? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ സിമ്പിൾ ഫോം ആക്കി കിട്ടി. പക്ഷെ ഇങ്ങനെ സിമ്പിൾ ഫോം ആക്കി കിട്ടിയാൽ മാത്രം മതിയോ? നമ്മുടെ സെൽസ് അതിനെ അബ്സോർബ് ചെയ്ത് അതിന്റെ ഒരു എനർജി നമുക്ക് കിട്ടണ്ടേ? അപ്പൊ സെൽസ് അതിനെ അബ്സോർബ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് ആരാന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ഹൗ ടു സിമ്പിൾ ന്യൂട്രിയൻസ് റീച്ച് ദി സെൽ? സെല്ലില് എങ്ങനെയാണ് പറയുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് എത്തുന്നത്? ആര് വഴിയായിരിക്കും സെല്ലിൽ ന്യൂട്രിയൻസ് എത്തുന്നത്? നമ്മൾ പഠിച്ചതാണ്, ബ്ലഡ് വഴിയാണ്. സോ ന്യൂട്രിയൻസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ഔട്ട് യുവർ ബോഡി ത്രൂ യുവർ ബ്ലഡ്. ബ്ലഡ് വഴിയാണ് നമ്മുടെ സിമ്പിൾ ന്യൂട്രിയൻസ് ബോഡിയിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ along with blood, lymph also participate in the transport of material. ഓക്കെ, ബ്ലഡ് മാത്രമല്ല ട്രാൻസ്പോർട്ടിന് കാരണക്കാരൻ, ലിംഫ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടിയുണ്ട്. സോ ബ്ലഡ് ആൻഡ് ലിംഫ് help
in the transport അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ടു ദി സെൽ. സെല്ലിന് സിമ്പിൾ ന്യൂട്രിയൻസ് എത്താൻ സഹായിക്കുന്നത് ബ്ലഡും അതോടൊപ്പം തന്നെ ലിംഫ് എന്ന് പറയുന്ന ഫാക്ടറുമാണ്. ഓക്കെ, സോ ഇതാണ് ബ്ലഡിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സോ ബ്ലഡിൽ കുറച്ചധികം കോമ്പണൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബ്ലഡിനെ നമ്മളിപ്പോ നോക്കുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ ബ്ലഡിനകത്ത് ഉള്ളതെന്ന്. അപ്പൊ ഇങ്ങനെ നമുക്ക് ബ്ലഡിന്റെ കോമ്പണൻസ് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ അതിനൊരു ആന്റി കൊയാഗുലന്റ് ആവശ്യമാണ്. ഓക്കെ, ആന്റി കൊയാഗുലന്റ് എന്ന് വെച്ചാൽ ബ്ലഡിനെ കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്ന ആൾക്കാർ. അതായത് ബ്ലഡ് നമ്മളിപ്പോ വീഴുമ്പോൾ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവും അല്ലെ, കുറച്ചു നേരം ബ്ലീഡിങ് ഉണ്ടാവും, പക്ഷെ ഒരു ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേനും നമ്മുടെ ബ്ലഡ് ഇങ്ങനെ പതിയെ അങ്ങ് ആ ബ്ലീഡിങ് നിന്നിട്ട് ക്ലോട്ട് ആവാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ക്ലോട്ട് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കൊയാഗുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് ഒരുപാട് നമ്മുടെ ബോഡിയിൽ തന്നെ. ആ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് കൊയാഗുലേഷൻ സംഭവിക്കുന്നത്. സോ അപ്പൊ അതിനെതിരായിട്ട് വർക്ക് ചെയ്യുന്ന ആന്റി കൊയാഗുലന്റ് ആണ് EDTA. സോ ഈ EDTA വെച്ചിട്ടാണ് നമ്മുടെ ബ്ലഡിൽ എന്തൊക്കെ കോമ്പണൻസ് ഉണ്ടെന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കെ, സോ EDTA ഫുൾ ഫോം ആണ് എത്തിലിൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഇതൊരു കെമിക്കൽ ആണ്. ഓക്കെ, സോ നമുക്ക് ഈ പടത്തിൽ കാണാം ഇതൊരു 17% EDTA സൊല്യൂഷൻ ആണ് ഇവിടെ ഉള്ളത്. സോ ഈ EDTA സൊല്യൂഷൻ വെച്ചിട്ട് ഇറ്റ് ആക്ട്സ് ആസ് എ ആന്റി കോയാഗുലന്റ് ഫോർ ഹെമറ്റോളജിക്കൽ ടെസ്റ്റിംഗ് ബിക്കോസ് ഇറ്റ് അലൗസ് ദ ബെസ്റ്റ് പ്രിസർവേഷൻ ഓഫ് സെല്ലുലാർ കോമ്പോണൻസ് ആൻഡ് മോർഫോളജി ഓഫ് ബ്ലഡ് സെൽസ്. അത് ഇതിന്റെ പ്രോപ്പർട്ടി ആണ് ഇവിടെ പറയുന്നത്. സോ EDTA എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ്, ഒരു കോമ്പൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ബ്ലഡിന്റെ കോമ്പോസിഷൻ അറിയാൻ പോകുന്നത്. ഓക്കെ, അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബ്ലഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തെന്നിരിക്കട്ടെ. ഓക്കെ, നമ്മൾ ബ്ലഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കളക്ട് ചെയ്തു. ഇത്രയും ഭാഗം നമ്മുടെ ബ്ലഡായി. ഓക്കെ, ഇത്രയും ഭാഗം നമ്മുടെ ബ്ലഡാണ്. ഈ ബ്ലഡിലോട്ട് നമ്മൾ എന്തൊഴിച്ചു? EDTA സൊല്യൂഷൻ ഒഴിച്ചു. അപ്പൊ എന്താ സംഭവിക്കുക? EDTA സൊല്യൂഷൻ എന്താ? ആന്റി കോയാഗുലന്റ് അല്ലേ. അപ്പൊ ബ്ലഡ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും, ബ്ലഡിലെ കോമ്പണൻസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന പടമാണ് ഇത്. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു ലാബറട്ടറി എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടിയ ഒരു സാമ്പിൾ ആണ്. ഓക്കെ, ഇത് ബ്ലഡിലോട്ട് നമ്മൾ EDTA സൊല്യൂഷൻ ഒഴിച്ച് സെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ പഠിക്കാനില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് ഒരു മെഷീൻ ഉണ്ട്. ഓക്കെ, ഈ മെഷീനിൽ വെച്ചിട്ട് നമ്മൾ ലാബറട്ടറി ഒരു മെഷീൻ ആണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. സോ ഈ സെൻട്രിഫ്യൂജിൽ നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്ത ബ്ലഡ് നമ്മൾ വെക്കുന്നു, അതിനൊക്കെ നമ്മൾ ഒരു സ്പീഡിൽ കറക്കുന്നു. അപ്പൊ കറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബ്ലഡിന്റെ കോമ്പണൻസ് എല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾ ഇപ്പോ മണ്ണെടുക്കുക. ഓക്കെ, മണലെടുക്കുകയെന്ന് വിചാരിച്ചു. നിങ്ങളൊരു ഗ്ലാസ് ബീക്കറിൽ നിങ്ങളൊരു മണലെടുക്കുക. അപ്പൊ മണലിലോട്ട് കുറച്ച് വെള്ളവും കൂടെ നിങ്ങൾ ഒഴിച്ചു. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു, എന്നിട്ട് കുറച്ച് കലക്കി. അപ്പൊ ഒരു ഇച്ചിരി കുറച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾ നോക്കുക. അപ്പൊ എന്താ അവിടെ കാണാൻ പറ്റുന്നത്? ഈ മണലെല്ലാം കൂടെ അടിയിലോട്ട് സെറ്റിലാവും അല്ലെ, എന്നിട്ട് വെള്ളം ഒരു ലെയർ ആയിട്ട് മേളിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇവിടെ ബ്ലഡ് നമ്മൾ എടുക്കുന്നു, ബ്ലഡിൽ ഒരു EDTA സൊല്യൂഷൻ ഒഴിക്കുന്നു, എന്നിട്ട് നമ്മൾ ഇത് കറക്കുന്നു, സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോ ബ്ലഡിലുള്ള കോമ്പണൻസ് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ടെസ്റ്റ് ട്യൂബ് പിക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പ്ലാസ്മ ഉണ്ട്, ബഫി കോട്ട് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. ഓക്കെ, സോ ഇത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണാം. യെസ്, സോ ഇതിന്റെ ഒരു ഇലസ്ട്രേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. പ്ലാസ്മയിൽ കാണുന്ന പ്ലാസ്മയാണ് ബ്ലഡിൽ ഒരു 55% കാണുന്നത് പ്ലാസ്മയാണ്. റെസ്റ്റ് ഒരു 45%ഉം റെഡ് ബ്ലഡ് സെൽസ് ആണ് കാണുന്നത്. നമ്മുടെ ബ്ലഡ് റെഡ് കളറിലല്ലേ ഇരിക്കുന്നത് അല്ലെ, നമ്മുടെ ബ്ലഡ് റെഡ് കളറിലായിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ ബ്ലഡ് ബ്ലാക്ക് കളർ ആവാത്തെ? എന്തുകൊണ്ടാണ് പച്ച കളർ ആവാത്തെ? എന്തുകൊണ്ടാണ് നീല കളർ ആവാത്തെ? എന്തുകൊണ്ടാ? ബ്ലഡിലുള്ള ഈ റെഡ് ബ്ലഡ് സെൽസ് കാരണം. ഓക്കെ, ഈ റെഡ് ബ്ലഡ് സെൽസിൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്, ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ പിഗ്മെന്റ് ആണ് നമ്മുടെ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നത്. സോ റെഡ് ബ്ലഡ് സെൽസ് ആണ് ബ്ലഡിന്റെ ഒരു 45% കൺസിസ്റ്റ് ചെയ്യുന്ന റെഡ് ബ്ലഡ് സെൽസ് ആണ്. മെജോറിറ്റി ഉള്ളത്
പ്ലാസ്മ എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് ആണ്. പ്ലാസ്മയിൽ ഉള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, സോൾട്ട്സ്, മിനറൽസ്, വാട്ടർ, പ്രോട്ടീൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ ഒരു ചെറിയ ഒരു 1% ഒരു ലെയർ ഉണ്ട്. ഓക്കെ, അതിനെ ബഫി കോട്ട് എന്ന് പറയുന്നു. ബഫി കോട്ട്. ഈ ബഫി കോട്ടിൽ കുറച്ച് വൈറ്റ് ബ്ലഡ് സെൽസും കുറച്ച് പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസ് നമുക്ക് ഡിഫൻസ് മെക്കാനിസം ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, നമ്മുടെ ബോഡിയിൽ രോഗങ്ങൾ വരുത്താതിരിക്കാൻ നമ്മുടെ ബോഡിയിൽ ഒരുപാട് സെൽസ് ഉണ്ട്. ഈ സെൽസ് ഒക്കെ ആ സെൽസിനൊക്കെയാണ് നമ്മൾ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. സോ ഇത് ബഫി കോട്ടിലാണ് കാണുന്നത്. അതേപോലെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ കൊയാഗുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, സോ ഇത്രയും കോമ്പണൻസ് ആണ് നമ്മൾ ബ്ലഡിനെ നമ്മളൊന്ന് സെൻട്രിഫ്യൂജ് ചെയ്തെടുത്താൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ബ്ലഡിലുള്ള കോമ്പണൻസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് സെൽസ് ഉണ്ട്. ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. സോ ബ്ലഡിൽ നമുക്ക് ഓവറോൾ പറയുകയാണെങ്കിൽ വി ഹാവ് പ്ലാസ്മ ആൻഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, മെയിൻ ഡിവിഷൻ ഇങ്ങനെയാണ് വരുന്നത്. സോ ബ്ലഡ് സെൽസിലാണ് RBCs, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ ഓക്കെ, മനസ്സിലായല്ലോ. സോ ഇതാണ് നമ്മുടെ മേജർ ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. നൗ ഇനി നമുക്ക് പ്ലാസ്മയെ കുറിച്ച് പറയാം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈവൻ ദോ ബ്ലഡ് സെൽസ് പെർഫോം വേരിയസ് ഫങ്ഷൻസ്, പ്ലാസ്മ plays a major role in the transport of simple nutrients. സിമ്പിൾ ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടർ ആണ് പ്ലാസ്മ, ബ്ലഡിലുള്ള പ്ലാസ്മ. ഈ ബ്ലഡിലുള്ള പ്ലാസ്മ ഒരു പെയിൽ യെല്ലോ കളർഡ് ഫ്ലൂയിഡ് ആയിരിക്കും. ഞാൻ നേരത്തെ ഒരു പടം കാണിച്ചു, ഒരു ഇമേജ് കാണിച്ചു അല്ലെ. അപ്പൊ അതിൽ എന്തൊരു പെയിൽ യെല്ലോ, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളർഡ് ഫ്ലൂയിഡ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് 55%, നമ്മുടെ ബ്ലഡ് എടുത്താൽ അതിലെ ഒരു 55% ഈ പറയുന്ന പ്ലാസ്മ ആണ്. റെസ്റ്റ് 45% ആണ് എന്തുള്ളത്? യെസ്, ബ്ലഡ് സെൽസ് ഉള്ളത്. ആൻഡ് പ്ലാസ്മ ഇൻ ബ്ലഡ് മെയിൻലി കംപ്രൈസസ് 80 to 90% വാട്ടർ ആൻഡ് റെസ്റ്റ് 10% is composed of salts, lipids, nutrients, enzymes and hormones. അത് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോ കാണാം. ഓക്കെ, സോ പ്ലാസ്മയിലുള്ള കോമ്പണൻസ് ആണ് ഈ 3. നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ടെക്സ്റ്റിലുള്ള ഒരു ഇമേജ് ആണിത്. വാട്ടർ, പ്രോട്ടീൻസ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. സോ പ്ലാസ്മ നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ പ്ലാസ്മ എന്ന് പറയുന്ന ബ്ലഡിന്റെ കോമ്പണന്റില് ഒരു 90% അല്ലെങ്കിൽ 92% വരെ വെള്ളമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ വെള്ളമാന്നൊക്കെ പറഞ്ഞാല്? പക്ഷെ അതാണ് 90 to 92% വാട്ടർ ആണ് പ്ലാസ്മയിലുള്ളത്. ഓക്കെ, നൗ അടുത്തത് കുറച്ച് പ്രോട്ടീൻസ് വരും. ഒരു 7 to 8% പ്രോട്ടീൻസ് നമ്മുടെ പ്ലാസ്മയിലുണ്ട്. ആ പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ഓക്കെ, ആൽബുമിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ. നമ്മുടെ ബ്ലഡ് പ്രഷർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഒപ്റ്റിമം ലെവലിൽ കൊണ്ടുപോകുന്നത് ഈ ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്. അതേപോലെ തന്നെ ഗ്ലോബുലിൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിഫൻസ്. ഗ്ലോബുലിൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആന്റിബോഡീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ആന്റിബോഡീസ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ആണ്. ഓക്കെ, ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ആണ്. ആന്റിബോഡീസ് എന്താ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ? യെസ്, വരുന്ന പാത്തജന് എതിരായിട്ട് വർക്ക് ചെയ്യുവാണ്. ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ടാണ് ആന്റിബോഡീസ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഗ്ലോബുലിൻസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിഫൻസ്. ആൻഡ് അതേപോലെ തന്നെ ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ബ്ലഡ് കൊയാഗുലേഷൻ പ്രോസസ്സിൽ ഒരു മേജർ റോൾ ഉള്ള ഒരു ആളാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ഇനി അതർ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ദിസ് ഫാറ്റ്, സോൾട്ട്സ്, യൂറിയ, ഷുഗർ, ഹോർമോൺസ് എക്സെട്ര. ഓക്കെ, സോ ഇത്രയാണ് പ്ലാസ്മയിലുള്ള കോമ്പണൻസ്: വാട്ടർ, പ്രോട്ടീൻസ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. വാട്ടർ എന്ന് പറയുന്നത് ഒരു 90 to 92% വാട്ടർ ആണ്. പ്രോട്ടീൻസ് അപ് ടു 7 to 8% ആൻഡ് അതർ ഫാക്ടേഴ്സ്. പ്രോട്ടീൻസിൽ വരുന്നതാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ആൽബുമിൻ regulates blood pressure, globulin helps in defense, and fibrinogen plays a major role in the coagulation of blood. Okay,
സോ പ്ലാസ്മയുടെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പറയാൻ പോകുന്നത്. ബ്ലഡ് പ്ലാസ്മ പ്രോട്ടീൻസ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് അതർ ന്യൂട്രിയൻസ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. എല്ലായിടത്തോട്ടും ഗ്ലൂക്കോസിനെയും ബാക്കി സിമ്പിൾ ന്യൂട്രിയൻസിനെ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് പ്ലാസ്മ ഇൻ ദ ബ്ലഡ് ഹെൽപ്സ് ഇൻ ദ റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ആൻഡ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിംഗ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മേജർ പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ട്. അത് ആരായിരുന്നു? യെസ്, ആൽബുമിൻ. നമ്മൾ പഠിച്ചു അല്ലെ? ഇനി പ്ലാസ്മ ഓൾസോ ഫങ്ഷൻസ് ആസ് ദ മെയിൻ മീഡിയം ഫോർ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ബൈ ക്യാരിങ് അവേ വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ദ സെൽസ് to the excretory organs where it is flushed out of the body. Yes, നമ്മുടെ excretory organsലോട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് സെൽസിലൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ? ഈ വേസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയുള്ള ഒരുപാട് വേസ്റ്റ് ലിക്വിഡ്സ് അങ്ങനെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മുടെ സെൽസിൽ നിന്നൊക്കെ കിട്ടും. ഈ സെൽസിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നത് പ്ലാസ്മയാണ്. ഈ പ്ലാസ്മ പോയിട്ട് കളക്ട് ചെയ്തിട്ട് എക്സ്ക്രീറ്ററി ഓർഗൻസ്, നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗനിലോട്ട് പാസ് ചെയ്യുവാണ് ചെയ്യുന്നത്. എക്സ്ക്രീറ്ററി ഓർഗൻ എന്നാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ റിമൂവ് ചെയ്യുന്ന പരിപാടിയാണ് എക്സ്ക്രീറ്ററി ഓർഗൻ ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഈ എക്സ്ക്രീറ്ററി ഓർഗനിലോട്ട് പാസ് ചെയ്യുന്ന നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ പാസ് ചെയ്യുന്ന ആളാണ് പ്ലാസ്മ. ഓക്കെ, സോ ദീസ് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ. ഓക്കെ, യെസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ന്യൂട്രിയൻസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ഔട്ട് യുവർ ബോഡി ത്രൂ ബ്ലഡ് മാത്രമല്ല ത്രൂ ലിംഫ് എന്നും വേണമെങ്കിൽ പറയാം അല്ലെ? എത്തിലിൻ ഡയമീൻ ടെട്രാ അസിറ്റിക് ആസിഡ് ആക്ട്സ് ആസ് ആൻ ആന്റികോയാഗുലന്റ് it helps in hematological testing. And blood contains plasma and blood cells. Plasma 55% of blood plasma ആണ്, ബാക്കി 45% ബ്ലഡ് സെൽസ് ആണ്. ബ്ലഡ് സെൽസിൽ എന്തൊക്കെയുള്ളത്? റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് നമ്മള് പ്ലാസ്മയിലുള്ള കോമ്പണൻസ് പറഞ്ഞു. പ്ലാസ്മയിൽ വി ഹാവ് പ്രോട്ടീൻസ് വിച്ച് ഇസ് 7 to 8%, വാട്ടർ വിച്ച് ഇസ് 90 to 92%, and there are other factors too. Okay, so these are the components of plasma. I hope you understand. Take care. Manorama Horizon, learning made simple.